എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2024 ഓഗസ്റ്റ് 22-ാം തീയതി നടത്തിയ ഷിഫ്റ്റ് 1-ലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെയും ക്വസ്റ്റ്യൻസ് ആണ്. The following table shows the percentage distribution of number of students, boys and girls, and the number of girls who are enrolled in 5 different games, namely basketball, soccer, badminton, cricket, and tennis in a school during the session 2022-23. A total number of 6,000 students are enrolled in all the 5 games in the school, in which the number of girls is 3,500. Based on the data in the table, answer the questions that follow. അതായത് 2022-23 ആ ഒരു സ്കൂൾ ടൈമിൽ ബാസ്കറ്റ്ബോൾ, സൂക്കർ, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ടെന്നീസ് എന്നീ ഗെയിംസുകളിൽ എൻറോൾ ചെയ്ത കുട്ടികളുടെ ടോട്ടൽ നമ്പറും അതുപോലെ തന്നെ ഗേൾസിൻ്റെ നമ്പറിൻ്റെ പെർസെൻറ്റേജുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 6000 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 3500 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റനെ വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഗെയിം വൈസ് എൻറോൾമെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. ഗെയിം ബാസ്കറ്റ്ബോൾ സ്റ്റുഡൻസ് എൻറോൾഡ് 60%, ഗേൾസ് 40%, സൂക്കർ ടോട്ടൽ 21, ഗേൾസ് 28%, ബാഡ്മിൻ്റൺ ടോട്ടൽ പെർസെൻറ്റേജ് 40%, ഗേൾസ് പെർസെൻറ്റേജ് 60, ക്രിക്കറ്റ് ടോട്ടൽ പെർസെൻറ്റേജ് 29%, ഗേൾസ് 20%, ടെന്നീസ് ടോട്ടൽ പെർസെൻറ്റേജ് 20 ആൻഡ് ഗേൾസ് പെർസെൻറ്റേജ് 22. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. First question, what is the number of boys who are enrolled in the game basketball? അതായത് ബാസ്കറ്റ്ബോൾ എന്ന് പറയുന്ന ഗെയിമിൽ എൻറോൾ ചെയ്ത ബോയ്സിൻ്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 805, 430, 840, 470. നമുക്കിവിടെ ഡേറ്റയിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേൾസിൻ്റെ ടോട്ടൽ നമ്പർ നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെ പെർസെൻറ്റേജും അറിയാം. അതായത് നമ്മുടെ ഒരു ഗെയിം തിരിച്ചിട്ടുള്ള പെർസെൻറ്റേജും അറിയാം. അപ്പോൾ നമുക്ക് ആദ്യം ബാസ്കറ്റ്ബോളിൻ്റെ ബോയ്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബാസ്കറ്റ്ബോളിലെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ നമ്പർ നമുക്കറിയാം. സോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബാസ്കറ്റ്ബോൾ ഈസ് ഈക്വൽ ടു 6000 × 60/100. അതായത് ഞാൻ 60 എന്ന് കിട്ടും. അതായത് ബാസ്കറ്റ്ബോളിൽ എൻറോൾ ചെയ്ത ടോട്ടൽ കുട്ടികളുടെ നമ്പർ എന്ന് പറയുന്നത് 960 ആണ്. ഇനി നമുക്ക് ബാസ്കറ്റ്ബോളിൽ എൻറോൾ ചെയ്ത ഗേൾസിൻ്റെ നമ്പർ കണ്ടുപിടിക്കാം. 3500 ആണ് ടോട്ടൽ, ഇൻറ്റു പെർസെൻറ്റേജ് 14 സോ 14/100 ഈസ് ഈക്വൽ ടു 490 എന്ന് കിട്ടി. നമുക്ക് ടോട്ടൽ നമ്പറും കിട്ടി, ഗേൾസിൻ്റെ നമ്പറും കിട്ടി. ഇനി നമുക്ക് ബോയ്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ മൈനസ് ചെയ്താൽ മതി. അതായത് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ബാസ്കറ്റ്ബോൾ ഈസ് ഈക്വൽ ടു 960 മൈനസ് 490 ഈസ് ഈക്വൽ ടു 470. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. What is the difference between the number of girls and the number of boys who are enrolled in the game of tennis? അതായത് ടെന്നീസ് എന്ന് പറഞ്ഞ ഗെയിമിൽ എൻറോൾ ചെയ്ത ബോയ്സിൻ്റെ ഗേൾസിൻ്റെ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 340, 370, 390, 320 എന്നിവയാണ് തന്നിരിക്കുന്നത് നമുക്ക് ഓപ്ഷനിൽ. ടെന്നീസിൽ പങ്കെടുത്ത ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ പെർസെൻറ്റേജ് നമുക്കറിയാം. അതായത് ടെന്നീസിൽ പങ്കെടുത്ത ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ പെർസെൻറ്റേജ് നമുക്കറിയാം, നമ്പർ അറിയാം. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത കണക്കിൽ തന്നെ മെത്തേഡാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത്. സോ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് 6000 ഇൻറ്റു പെർസെൻറ്റേജ് 20 ആണ്. 20/100 ഈസ് ഈക്വൽ ടു 1200 എന്ന് കിട്ടും. ഇനി നമ്പർ ഓഫ് ഗേൾസ് 3500 ആണ്, പെർസെൻറ്റേജ് 22 ആണ്, ഇൻറ്റു 22/100 ഈസ് ഈക്വൽ ടു 770 എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് കണ്ടുപിടിക്കണം. അതായത് 1200 മൈനസ് 770 ഈസ് ഈക്വൽ ടു 430. നമുക്ക് ബോയ്സിൻ്റെ നമ്പർ കിട്ടി, ഗേൾസിൻ്റെ നമ്പർ കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബോയ്സിൻ്റെ ഗേൾസിൻ്റെ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ 770 മൈനസ് 430 ഈസ് ഈക്വൽ ടു 340. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ബോയ്സ് ഹു ആർ എൻറോൾഡ് ഇൻ ക്രിക്കറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ് പെർസെൻറ്റേജ് മോർ ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആർ എൻറോൾഡ് ഇൻ ബാഡ്മിൻ്റൺ. അതായത് ക്രിക്കറ്റിൽ എൻറോൾ ചെയ്ത ബോയ്സിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ബാഡ്മിൻ്റണിൽ എൻട്രി ചെയ്ത ടോട്ടൽ സ്റ്റുഡൻസിനെ നോക്കുമ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 21.79, 22.71, 23.81, 25.91 എന്നിവയാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം
ക്രിക്കറ്റിൻ്റെ കേസ് എടുക്കുക. അപ്പോൾ ക്രിക്കറ്റിൽ നമ്പർ ഓഫ് ബോയ്സ് ആണ് നമുക്ക് വേണ്ടത്. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ക്രിക്കറ്റിൽ പങ്കെടുത്ത മൊത്തം കുട്ടികളുടെ നമ്പറിൽ നിന്ന് നമ്മൾ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ 6000 × 29/100 ഈസ് ഈക്വൽ ടു 1740 എന്ന് കിട്ടും. ഇനി നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കണം. 3500 × 20 ആണ് പെർസെൻറ്റേജ്. 20/100 ഈസ് ഈക്വൽ ടു 700. നമ്പർ ഓഫ് ബോയ്സ് കാണാനായിട്ട് 1740 - 700 ഈസ് ഈക്വൽ ടു 1040 എന്ന് കിട്ടി. അപ്പം നമുക്ക് ബോയ്സിൻ്റെ ക്രിക്കറ്റിലെ നമ്പർ കിട്ടി. ഇനി നമുക്ക് ബാഡ്മിൻ്റണിൽ പങ്കെടുത്ത ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് കാണേണ്ടത്. സോ അതിനായിട്ട് 6000 × പെർസെൻറ്റേജ് 40 ആണ്. 40/100 ഈസ് ഈക്വൽ ടു 840 എന്ന് കിട്ടി. നമ്മളോട് ഇതിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1040 - 840 ഡിവൈഡഡ് ബൈ 840 × 100 ഈസ് ഈക്വൽ ടു 23.81 എന്ന് കിട്ടും. അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ബോയ്സ് ഹു ആർ എൻറോൾഡ് ഇൻ സൂക്കർ ഈസ് dash percentage of the number of boys who are enrolled in all the 5 sports games. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് ബോയ്സിൻ്റെ ടോട്ടൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വെച്ച് സൂക്കറിനെ നോക്കുമ്പോൾ സൂക്കറിൻ്റേത് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് സ്പോർട്സിൽ പങ്കെടുത്തതും വെച്ച് നോക്കുമ്പോൾ സൂക്കറിൻ്റേത് പങ്കെടുത്ത ബോയ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10.2, 11.12, 12.2, 30.2. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മളെ എല്ലാ ഇവൻറ്റിലും പങ്കെടുത്ത ബോയ്സിൻ്റെ നമ്പർ നമുക്ക് വേണം. അപ്പം നമുക്ക് ബാസ്കറ്റ് ബോളിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടെന്നീസിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്രിക്കറ്റിനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൂക്കറും ബാഡ്മിൻ്റനുമാണ് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം നമുക്ക് സൂക്കർ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സൂക്കർ ഈസ് ഈക്വൽ ടു 6000 × പെർസെൻറ്റേജ് 21 ആണ്. 21/100 ഈസ് ഈക്വൽ ടു 1260 കിട്ടും. ഇനി നമ്പർ ഓഫ് ഗേൾസ് കാണാനായിട്ട് 3500 × 28/100 ഈസ് ഈക്വൽ ടു 980. ഇനി നമ്പർ ഓഫ് ബോയ്സ് 1260 - 980 ഈസ് ഈക്വൽ ടു 280. അപ്പം നമുക്ക് സൂക്കറിലെ ബോയ്സിൻ്റെ നമ്പർ കിട്ടി. ഇനി നമുക്ക് ബാഡ്മിൻ്റനാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബാഡ്മിൻ്റൺ എന്ന് പറഞ്ഞാൽ 6000 × 40/100 ഈസ് ഈക്വൽ ടു 840 എന്ന് കിട്ടും. ഇനി നമുക്ക് ഗേൾസിൻ്റെ നമ്പർ കാണാം. ബാഡ്മിൻ്റണിൽ പങ്കെടുത്ത് 3500 × 60/100 ഈസ് ഈക്വൽ ടു 560. നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 840 - 560 ഈസ് ഈക്വൽ ടു 280. അപ്പം നമുക്ക് സൂക്കറിൽ പങ്കെടുത്ത ബോയ്സിൻ്റെയും അതുപോലെ തന്നെ ബാക്കി ഇവൻറ്റിലെല്ലാം പങ്കെടുത്ത ബോയ്സിൻ്റെ നമ്പർ കിട്ടി. അപ്പം ബാസ്കറ്റ് ബോളിൽ പങ്കെടുത്ത ബോയ്സ് എന്ന് പറഞ്ഞാൽ 470 ആണ്, ടെന്നീസിലെ 430 ആണ്, ക്രിക്കറ്റിലെ 1040 ഇനി ഇതിൻ്റെ ടോട്ടൽ കാണാം. 470 + 430 + 1040 + 280 + 280 ഈസ് ഈക്വൽ ടു 2500. നമ്മളോട് സൂക്കറിൻ്റെ എത്ര പെർസെൻറ്റേജ് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൂക്കറിലെ ബോയ്സിൻ്റെ ബാക്കിയുള്ള എല്ലാ ബോയ്സിൻ്റെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ 280 ഡിവൈഡ് ബൈ 2500 × 100 ഈസ് ഈക്വൽ ടു 11.2. ഇനി നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ബോയ്സ് ആർ എൻറോൾഡ് ഇൻ സൂക്കർ ആൻഡ് ടെന്നീസ് ടുഗദർ? സൂക്കറിലും ടെന്നീസിലും കൂടിയുള്ള ബോയ്സിൻ്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 610, 640, 720, 710. ഇവിടെ നമുക്ക് സൂക്കറിൽ എൻറോൾ ചെയ്ത ബോയ്സിൻ്റെ നമ്പർ 280 ആണെന്ന് ഓൾറെഡി അറിയാം. 1260 - 980 ഈസ് ഈക്വൽ ടു 280 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ടെന്നീസിലെ നമുക്കറിയാം 1200 - 770 ഈസ് ഈക്വൽ ടു 430. ടോട്ടൽ കണ്ടുപിടിച്ചാൽ മതി. 280 + 430 ഈസ് ഈക്വൽ ടു 710 എന്ന് കിട്ടും. അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. സോ നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ മൊത്തം ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ നെവർ ടീച്ച് മൈ പീപ്പിൾസ്, ഐ ഓൺലി അറ്റംപ്റ്റ് ടു പ്രൊവൈഡ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ദേ ക്യാൻ ലേൺ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ബൈ. അതായത് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറില്ല, അവർക്ക് ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദ, ആൽബർട്ട് ഐൻസ്റ്റീൻ, സർ അരബിന്ദോ, അരിസ്റ്റോട്ടിൽ. അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത്. അതായത് ഞാൻ ഒരിക്കലും കുട്ടികളെ പഠിപ്പിക്കാറില്ല, അവർക്ക് ലേൺ ചെയ്യാനുള്ള കണ്ടീഷൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാറേ ഉള്ളൂ എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലേണിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദ സെൽഫ് കോൺസെപ്റ്റ്? അതായത് ലേണിംഗ് കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തു കഴിയുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഐഡിയ പറയാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. It is with what an individual feels about others. It is what an individual feels how others think, perceive him or her. It is an awareness
awareness of the individual about his or her strength. It is an awareness of the individual about his or her weakness. സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മളെ പറ്റിയുള്ള ഒരു അവബോധത്തിനാണ് നമ്മൾ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് അറിയാം, ബാക്കിയുള്ളവർ നമ്മളെപ്പറ്റി എങ്ങനെ ചിന്തിക്കുന്നു, അവരെങ്ങനെ പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള എല്ലാ അവയർനെസ് സെൽഫ് കോൺസെപ്റ്റിൽ വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പറ്റിയുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ നമുക്ക് അവരെ പറ്റി എന്താണ് തോന്നുന്നത് എന്നുള്ളത് സെൽഫ് കോൺസെപ്റ്റിൽ വരുന്നില്ല. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെൽഫ് കോൺസെപ്റ്റിൻ്റെ ഐഡിയ റെപ്രസെൻറ്റ് ചെയ്യാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ഇറ്റ് ഈസ് വാട്ട് ആൻ ഇൻഡിവിജ്വൽ ഫീൽ അബൌട്ട് അതേഴ്സ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്? ടീച്ചിങ്ങിൻ്റെ പ്രത്യേകതകൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ടു പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് ട്രെയിനിങ് ടു സ്റ്റുഡൻസ്, ശരിയാണ്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അതോറിറ്റീസ്. ടു പ്രൊവൈഡ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, ശരിയാണ്. നമുക്ക് ടീച്ചിങ്ങിൻ്റെ ഫോർമൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് ആർ ടു ഇമ്പാർട്ട് നോളജ് ടു സ്റ്റുഡൻസ് ഇൻ ആൻ എഫക്റ്റീവ്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വേയിൽ കുട്ടികൾക്ക് നോളജ് കൊടുക്കുന്നതാണ് ടീച്ചിങ്. ടു പ്രിപ്പയർ പോളിസീസ് ഫോർ കോർപ്പറേറ്റ് ബോഡീസ്, അതല്ല. ഇവിടെ ആൻസർ വരുന്ന ഏതായിരിക്കും? നമ്മളോട് ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗൈഡൻസും ട്രെയിനിങ്ങും കൊടുക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ എഫക്റ്റീവ് വേയിൽ കുട്ടികൾക്ക് നോളജ് ഇമ്പോർട്ട് ചെയ്യുന്ന ആർട്ടിനും നമ്മൾ ടീച്ചിങ് എന്നാണ് പറയണേ. സോ ഇവിടെ ആൻസർ വരുന്നത് എയും സിയും ഡിയും ആണ്. ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ ലേണിംഗ് സ്റ്റൈൽ, ലിസ്റ്റ് 2ൽ അതിൻ്റെ പ്രത്യേകതകളാണ്. കൺവേർജർ, ഡൈവേർജർ, അസിമുലേറ്റർ, അക്കോമഡേറ്റർ എന്നിവയാണ് തന്നിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ്, ദെയർ ബെസ്റ്റ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആൻഡ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ. ദെയർ സ്ട്രെങ്ത് ഈസ് ദെയർ ഇമാജിനേറ്റീവ് എബിലിറ്റി. ദി ടെൻഡ് ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ ആൻഡ് ഇമോഷണൽ എലമെന്റ്സ്. ദേ ആർ ഗുഡ് അറ്റ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റലൈസേഷൻ ആൻഡ് ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ ലൈക്ക് സോൾവിംഗ് പ്രോബ്ലംസ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഐഡിയാസ്. They enjoy and seek new experience and adapt to new situations and are intuitive, risk-takers, open-minded. Ability to create theoretical models, possess sound logic, inductive reasoning, analytic, less interested in people എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. കൺവേർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റലൈസേഷനിൽ ഗുഡായിരിക്കും. ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ, സോൾവിങ് പ്രോബ്ലംസ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഐഡിയാസ് എന്നിവയെല്ലാമാണ് അവരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഡൈവേർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷനിലും കോൺക്രീറ്റ് എക്സ്പീരിയൻസിലാണ്. അതായത് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇമാജിനേറ്റീവ് എബിലിറ്റിയാണ്. അവർ പീപ്പിളിലും അതുപോലെ തന്നെ ഇമോഷണൽ എലമെൻസിലും ഒക്കെ ഇൻട്രസ്റ്റഡ് ആണ്. ഇനി അസിമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിയറട്ടിക്കൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ലോജിക് ഉണ്ടായിരിക്കും, റീസണിങ് ഉണ്ടായിരിക്കും. അതൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ. ഇനി അക്കോമഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ന്യൂ എക്സ്പീരിയൻസ് എപ്പോഴും സീക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ പുതിയ സിറ്റുവേഷനുമായിട്ട് അവർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. അവർ ഇൻറ്റ്യൂട്ടീവ് ആണ്. അതുപോലെ തന്നെ റിസ്ക് ഒക്കെ എടുക്കാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അക്കോമഡേറ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ബൈ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യങ്ങളിലെ മാനിഫെസ്റ്റേഷൻ്റെ പെർഫെക്ഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ആ വ്യക്തി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ, MK ഗാന്ധി, ശ്രീ അരബിന്ദോ, സ്വാമി വിവേകാനന്ദ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. UGC നെറ്റിനും അതുപോലെ തന്നെ സെറ്റിൻ്റെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? സ്വാമി വിവേകാനന്ദയാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് പറഞ്ഞ വ്യക്തി സ്വാമി വിവേകാനന്ദയാണ്. നമ്മൾ രവീന്ദ്രനാഥ് ടാഗോർ, ഗാന്ധിജി, സ്വാമി വിവേകാനന്ദ എന്നിവയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. സെറ്റ് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോർ, ഗാന്ധിജി, സ്വാമി വിവേകാനന്ദ എന്നിവയെ പറ്റിയുള്ള ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കും. ശ്രീ അരബിന്ദോയുടെ ക്ലാസ് വരുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം താമസിക്കാണ്ട് ശ്രീ അരബിന്ദോനെ പറ്റിയുള്ള വീഡിയോ ഇടുന്നതാണ്. സോ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് വേണ്ടവർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്